വർഷം 1987 ജൂൺ മാസം 24-ാം തീയതി സ്റ്റീൽ കമ്പനിയിലെ തൊഴിലാളിയായ അച്ഛനും തൂപ്പുകാരിയായ അമ്മയ്ക്കും പേരുകേട്ട പാരമ്പര്യം തലക്കെട്ടിനോട് ചേർക്കാതെ മൂന്നാമതായി ഒരു മകൻ ജനിക്കുന്നു. പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛനവന് ഒരു ഫുട്ബോൾ സമ്മാനിക്കുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുൻപ് നിങ്ങൾ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും 500 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ ലൈക്ക് ആൻഡ് കമന്റ്. അങ്ങനെ പാരമ്പര്യ പിന്തുണയില്ലാത്ത ആ കുടുംബത്തിന് ദാരിദ്ര്യത്തിന്റെ നെറുകയിൽ നിന്ന് ചൂളം പിടിച്ചു ഉയരാൻ, ഒരു നേരത്തെ വിശപ്പകറ്റാൻ ഒഴിവു സമയങ്ങളിൽ അയാളും ഒരു ചായക്കടയിൽ ജോലി ചെയ്തു. ഫുട്ബോൾ സമ്മാനിച്ചതിനു ശേഷം പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനെല്ലാം ഫുട്ബോൾ ആയിരുന്നു. എന്നാൽ 10ാമത്തെ വയസ്സിൽ ഹോർമോണിന്റെ അസുഖം വിധിക്ക് വിലങ്ങായി നിന്നെങ്കിലും ബാർസ അതിനൊരു മറുമരുന്നായിരുന്നു. ഒരു നേരത്തെ വിശപ്പകറ്റാൻ കഴിയാതെ കിസുമോ എന്ന പ്രദേശത്തിൽ പട്ടിണിയും വരൾച്ചയും അതിരൂക്ഷമായ സമയം അവിടെയുള്ള ജനങ്ങൾ ഒരു കത്തെഴുതി. ഞങ്ങളുടെ ഗ്രാമം പട്ടിണിയിലാണെന്നും ദിവസത്തിനുള്ളിൽ ഗ്രാമത്തിലെ പകുതി ആളുകൾ ഭക്ഷണം കിട്ടാതെ മരിക്കുമെന്നും സഹായിക്കണമെന്ന് പറഞ്ഞ് അവർ യുണിസെഫിന് ഒരു കത്തെഴുതി. എന്നാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവിടെയുള്ള ജനങ്ങൾ ഉണരുന്നത് യുണിസെഫിൽ നിന്ന് എത്തിയ ട്രക്കുകളുടെയും ഹെലികോപ്റ്ററിന്റെയും ശബ്ദം കേട്ടാണ്. അവിടെയുള്ള 4000 പേർക്കുള്ള ഭക്ഷണം യുണിസെഫിന് സ്പോൺസർ ചെയ്തത് വേറെ ആരുമല്ല, അയാൾ ഇന്ന് ഫുട്ബോളിന്റെ ചെങ്കോലും കിരീടവും വച്ച മിശിഹായാണ്. ഇടംകാലുകൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന സ്വർണ്ണ താടിക്കാരൻ. സുഹൃത്തെ, ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ല. ഹിസ് നെയിം ഈസ് ലയണൽ ആൻഡ്രസ് മെസ്സി.